പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വാർത്താ ദിനത്തിലെ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. കൊച്ചിയിൽ 4.5 കോടി രൂപയുടെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് നടത്തിയ കേസിലെ അന്വേഷണം മലയാളികളിലേക്കും. അതിന് പിന്നിലുമുണ്ടോ മലയാളി? പിടിയിലായ മുഖ്യ സൂത്രധാരൻ ലിങ്കൻ ബിശ്വാസിന് അക്കൗണ്ട് തുറക്കുന്നതിനടക്കം മലയാളികളുടെ സഹായം കിട്ടിയെന്നാണ് കണ്ടെത്തൽ. ഉത്തരേന്ത്യയിലെ അന്വേഷണത്തിൽ ഇയാളുടെ സഹായികളെ കൊച്ചി സൈബർ സംഘം പിടികൂടി. സൈഫുനീസ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനീസ, വെരി ഗുഡ് മോർണിംഗ്. സൈഫുനീസ, എവിടെ പോയാലും മലയാളികൾ കാണുമെന്ന് പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ ഈ സൈബർ തട്ടിപ്പിൽ ലിങ്കന്റെ കാര്യം അന്വേഷിച്ചു പോകുമ്പോൾ അവിടെയും ഉണ്ട് മലയാളി, അല്ലേ? എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ സൈഫുനീസ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 4.18 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് കേസുമായി നടത്തിയ അന്വേഷണത്തിൽ ആദ്യം തന്നെ പിടിയിലാകുന്നത് മലപ്പുറം സ്വദേശികളായ 2 പേരാണ്. ഇവരിൽ നിന്നാണ് ഈ ലിങ്കൻ ബിശ്വാസ് എന്ന ഈ രാജ്യത്ത് തന്നെ സൈബർ തട്ടിപ്പ് കേസുകളുടെ എല്ലാം തന്നെ നിർണായക കണ്ണിയായ അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരനായ ലിങ്കൻ ബിശ്വാസിനെ സൈബർ പോലീസ് ബംഗാളിലെത്തി അറസ്റ്റ് ചെയ്യുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് കൃഷ്ണഗഞ്ചിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഡിസംബർ 24 കൊച്ചിയിലെത്തി വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് രാജ്യത്തെ പല ഭാഗങ്ങളിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനങ്ങളിലെ ആളുകൾ തന്നെ ഇയാൾക്ക് സഹായം നൽകിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതനുസരിച്ച് ഇപ്പോൾ കൊച്ചിയിൽ നടത്തിയിരിക്കുന്ന പല തട്ടിപ്പുകളിലും ഇയാൾക്ക് മലയാളികളുടെ അടക്കം സഹായം ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ അക്കൗണ്ട് തുറക്കുക അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ പോലീസ് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് സീസ് ചെയ്തിട്ടുണ്ട്. ഇത് തട്ടിപ്പിനിരയായവർക്ക് നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടകമലാദത്തി പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ ഈ മലപ്പുറം സ്വദേശികളെ കൂടാതെ കൂടുതൽ മലയാളികളിലേക്ക് കൂടി അന്വേഷണം പോവുകയാണ്. പക്ഷേ ഇത് ആരൊക്കെയാണ് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നില്ല. കാരണം ഈ പണമുള്ള അക്കൗണ്ടുകൾ ഈ തട്ടിപ്പുകാർക്ക് അറിയണമെങ്കിൽ അത് ഈ ബാങ്കുകളുമായി ബന്ധമുള്ള ആരെങ്കിലും ആണോ ഇതിന് സഹായം നൽകുന്നതെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് സംശയമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ലിങ്കൻ ബിശ്വാസുമായി ബന്ധമുള്ള ഇയാളുടെ കൂട്ടാളികളായ കുറച്ചു പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര പേരാണ് എന്ന് കൃത്യമായി പോലീസ് വ്യക്തമാക്കുന്നില്ല. ഹരിയാന, മുംബൈ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളുടെ കൂട്ടാളികളെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോഴും കൊച്ചി സൈബർ പോലീസിന്റെ ഒരു സംഘം ഉത്തരേന്ത്യയിൽ തുടരുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്കായി അടുത്ത ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ളവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് അരുൺകുമാർ. അതായത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മലയാളികളുടെ അടക്കമുള്ളൊരു വലിയ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചെറിയ സംഘമല്ല, പല രീതിയിലും അവർ ഈ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണോ? അതായത് നമ്മൾ കംബോഡിയയിൽ നിന്ന് ഇത്തരം ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവർക്ക് ഈ കംബോഡിയയിലെ തട്ടിപ്പ് നടത്തുന്ന സംഘവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ സൈഫുനീസ? അരുൺകുമാർ, അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിൽ ഈ കോഴിക്കോട് നിന്ന് കുറെ അധികം യുവാക്കൾ തട്ടിപ്പിനിരയായിരുന്നു. അന്ന് ഈ കംബോഡിയയിലേക്ക് ഇവർ കൊണ്ടുപോവുകയും അവിടെ ഇവരെ സൈബർ തട്ടിപ്പിനായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇത് നിഷേധിച്ചതോടെ ഇവരെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളടക്കം അത് വാർത്തയാക്കുകയും ചെയ്തതാണ്. അന്ന് ഇവരെ ഈ കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയത് മലയാളികൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ മലയാളികളുമായി ബന്ധമുള്ളവനാണ് ഈ സൈബർ തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത് ഇക്കാര്യം ഒന്നും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഇവരുടെ അന്വേഷണ വഴിയിൽ കിട്ടുന്ന വിവരങ്ങളാണ്. ഇതിന്റെ കൂടുതൽ ദിശകളിലേക്കൊക്കെ പോലീസിന് കടന്നു പോകേണ്ടതുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മലയാളികൾ അടക്കമുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. അതിനി ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ്, ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് പോലീസിന് വ്യക്തമാകാനുള്ളത്. അതുകൂടി കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കേസ് അവരെ കൂടി അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും. കാരണം വളരെയധികം നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ഈ ലിങ്കൻ ബിശ്വാസിനെ പിടികൂടിയിലൂടെ വലിയൊരു തട്ടിപ്പിന്റെ സൂത്രധാരനാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തിക്കാൻ ഇയാൾ കസ്റ്റഡിയിലുള്ളത് കൊണ്ട് തന്നെ കഴിയുമെന്നുള്ളതാണ് പോലീസ് വിശ്വസിക്കുന്നത്. ഈ സൈഫുനീസ മറ്റേ പോലീസ് വേഷമൊക്കെ ഇട്ട് വന്ന് ഞാൻ പോലീസ്, നിങ്ങൾ അറസ്റ്റിൽ, ഈ കൂട്ടരല്ലേ ഈ ടീം അല്ലേ? അതെ അതെ, ഈ സൈബർ അറസ്റ്റ്, നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിലൂടെ, വീഡിയോ കോളിലൂടെ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരള പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ നീക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു മെസ്സേജാണ് വരുന്നത്, ഇങ്ങനെയുള്ള അറസ്റ്റുകളെ നിങ്ങൾ സൂക്ഷിക്കുക, ഇത് തട്ടിപ്പുകാരാണ്, വ്യാജന്മാരാണ് എന്ന് ഉള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന മെസ്സേജുകളെല്ലാം തന്നെ ഇപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇക്കാര്യത്തെപ്പറ്റി ബോധവാന്മാരാകുന്നുണ്ട്. പക്ഷെ ചിലരെങ്കിലും വീണ്ടും തട്ടിപ്പിന്
തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. എന്തായാലും ഇതിനെ മറികടക്കുക കൂടിയാണ് പോലീസിന്റെ അന്വേഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ സൈഫുനീസ, താങ്ക് യു. സൈഫുനീസ പറഞ്ഞതുപോലെ മേ ഹൂം ബിശ്വാസ്, മേ ഹൂ ഡൽഹി പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ പറയാം പോ പുല്ലേ പോലീസ് എന്ന് പറഞ്ഞേക്കണം. അങ്ങനെയൊന്നും പറയണ്ട. പക്ഷേ എന്നാൽ പോലും പുല്ലാണേ പോലീസ് നമുക്ക് പുല്ലാണേ എന്ന് മലയാളത്തിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുത്താൽ മതി. ഒരു കാരണവശാലും നിങ്ങളെ വിർച്വൽ അറസ്റ്റിൽ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പെടുത്തില്ല. ഏതെങ്കിലും തരത്തിൽ മേ ഹൂ ബിശ്വാസ്, മേ ഹൂ ലിങ്കൺ ബിശ്വാസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഫോൺ ചെയ്ത് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പറയണം ഇതൊക്കെ കേട്ടിട്ടുണ്ട് അനിയ, ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് സമയമൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടേക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആ അന്വേഷണങ്ങളുടെ പരിധിയിൽ ഈ ചങ്ങാതിമാരും വന്നേക്കാം. എന്തായാലും ഒരു വലിയ മാഫിയ സംഘം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കോടിക്കണക്കിന് രൂപ, 4.5 കോടി രൂപയാണ് ഇപ്പോൾ ഈ ലിങ്കൺ ബിശ്വാസിന്റെ സംഘം തട്ടിയിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സേഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് മറ്റു ചില ബന്ധങ്ങൾ കൂടി മലയാളികൾ തന്നെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയത്തിലുമാണ് പോലീസ്. കൊള്ളാം അല്ലേ?